ഹായ് നമസ്കാരം. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരു മിൽക്ക് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായി ഒരു ചെറിയ ബെല്ലിൻ്റെ ചിത്രം കാണാം. അപ്പോൾ അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ മിൽക്ക് പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 2 മുട്ട ഒരു പാത്രത്തിനകത്തോട്ടേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൽ നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മധുരം നോക്കിയിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡ് കൂടുതൽ ഉപയോഗിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇനി മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഏലക്കാപ്പൊടി ഉപയോഗിച്ചാൽ മതി. വാനില എസൻസ് ചേർത്തതിന് ശേഷം ഈ പാൽപ്പൊടിയും മുട്ടയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് സാധാരണ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കുമായിട്ട് മുട്ട നന്നായിട്ട് ചേർന്ന് കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൽ ഏറ്റവും പ്രധാന ചേരുവയായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഫുൾ ക്രീമായിട്ടുള്ള പാല് തന്നെ ഉപയോഗിക്കുക. അതായത് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് മിക്സ് ചെയ്യരുത്. ഇതിപ്പോൾ ഒരു 3/4 കപ്പിനടുത്ത് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കണ്ടൻസ്ഡ് മിൽക്ക് മുട്ടയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ച് നോക്കാം. എന്നിട്ട് വേണം നമ്മൾ മധുരം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ പഞ്ചസാര ഒത്തിരി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ടേബിൾ സ്പൂണിനടുത്തൊക്കെ ചേർത്ത് തന്നെ നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള ബൗളൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ ചോറ്റുപാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ പുഡിംഗ് ട്രേ ഉപയോഗിക്കാം. അതില്ലെങ്കിൽ നമ്മൾ ഗ്ലാസിൻ്റെ ബൗളൊക്കെ നല്ലതായിട്ട് സ്റ്റീം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിംഗ് മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാം. അലുമിനിയം ഫോയിൽ കയ്യിലില്ലാന്നാണെങ്കിൽ സാധാരണ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പ് വെച്ച് തന്നെ മൂടിയിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇനി പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം തന്നെ ഒരു 1/2 ഭാഗം വരെയെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മളിതൊരു 40-45 മിനിറ്റിനടുത്താണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇനി ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ടേക്ക് നേരത്തെ തന്നെ ഒരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിയുടെ ഒക്കെ അടിയിൽ വെക്കുന്ന റിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ പാത്രം ഒന്ന് വെക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ പുഡിംഗ് മിക്സ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ്റുപാത്രം ഇതിലോട്ടേക്ക് ഇറക്കി വെക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 40 മിനിറ്റ് തുടങ്ങി 45 മിനിറ്റ് വരെയാണ് നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുക. സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇത് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. 2 രീതിയിലാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു 1/2 മണിക്കൂറൊക്കെ തണുപ്പിച്ചെടുത്താൽ മതി. അതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടാകുക. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. സൈഡ് പോർഷനിൽ പതുക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വിട്ട് കൊടുക്കുക. ഇത് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടണമെന്നാണെങ്കിൽ പതുക്കെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പിസ്ത വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല
ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ശരിക്കും ഉണ്ടാക്കി കൊടുക്കാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.